Hello everyone, welcome back to Mary Street. അപ്പോൾ നമ്മൾ ഇന്ന് കുമ്പളങ്ങ കൊണ്ടിട്ടുള്ള ഓലനാണ് ചെയ്യാൻ പോകുന്നത്. സദ്യയിലെ ഒരു നല്ലൊരു ഐറ്റം തന്നെയാണിത്. നല്ലൊരു സട്ടിൽ ഫ്ലേവർ ഉള്ള ഒരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു കഷ്ണം കുമ്പളങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി അതിനുശേഷം ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ നീളത്തിലാണ് ഇതിനെ അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി തേങ്ങ പൊട്ടിച്ചപ്പോൾ ഒരു വലിയ ഭാഗം തേങ്ങ, ഇത് ഫുള്ളിൻ്റെ പാലാണ് ഞാൻ എടുക്കുന്നത്. ഒരു അരക്കപ്പ് കട്ടിപ്പാലും അതുപോലെ ഒരു അരക്കപ്പ് രണ്ടാം പാലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചതിന് ശേഷം നമ്മുടെ കുമ്പളങ്ങ, അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്തു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മത്തങ്ങയും കൂടെ ചേർക്കാം. വേവിക്കുമ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് അതിലേക്ക് അരക്കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുത്തു. ആ ഒരു ഫുള്ള് തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പോൾ അരക്കപ്പ് രണ്ടാം പാല് ചേർത്തു. ഇനി അതിലേക്ക് എരിവിനായിട്ടൊരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ ഒരു 3 പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുമ്പളങ്ങയും എല്ലാം കൂടെ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. ഇനി നന്നായി ഒന്ന് വെന്തോട്ടെ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ വൻപയർ നമ്മൾ വേവിച്ച് ഉപ്പ് ചേർത്ത് വേവിച്ച് അതിൻ്റെ വെള്ളം എടുക്കാതെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ സദ്യക്ക് എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ചേർക്കാനുള്ള വൻപയർ എന്തായാലും വേവിക്കും. അപ്പോൾ അക്കൂട്ടത്തിൽ കുറച്ചൊരു അരക്കപ്പ് കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് എടുത്താൽ മതി. ഒരു 1/4 കപ്പോളം ഞാൻ വൻപയർ വേവിച്ചത് എടുത്തിട്ടുണ്ട്. അത് ആ വെള്ളം അധികം വീഴാതെ ഇങ്ങെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു ബ്രൗൺ കളറായി പോകും. ഇനി ഈ പയറും കൂടെ, ഇപ്പോൾ ഇത് കുമ്പളങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളിത് ചേർക്കുന്നത്. പയറിലേക്ക് ഉപ്പ് ചേർത്തതാണ്, ഒരു അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. ഇനി ഇത് രണ്ടും കൂടെ ചേർന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള പണി ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നന്നായി ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ തലപ്പാൽ ഒഴിച്ചായിരുന്നു. അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ അരക്കപ്പ് തലപ്പാലും കൂടെ ഒഴിച്ച് അങ്ങ് ഓഫ് ചെയ്തിട്ടുള്ളതാണ് ഇത് കേട്ടോ. അപ്പോൾ ആ രണ്ടാം പാല് ഫുള്ള് വറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രം തലപ്പാൽ ഒഴിക്കുക കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കയ്യിലിട്ട് നന്നായി തിരുമ്മി ഇതുപോലെ ഇതിലേക്ക് ചേർക്കുക. നമ്മൾ സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലിനും അതുപോലെ ഓലനുമാണ് ഇതുപോലെ പച്ചക്കറിവേപ്പില മെയിനായിട്ടും ചേർക്കുക. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഭയങ്കര ഫ്ലേവർ ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ തുറക്കുമ്പോൾ ഉള്ള മണത്തിനൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അതുപോലെ വേപ്പിലയുടെ കളറിനും നല്ല വ്യത്യാസമായിരിക്കും. കണ്ടില്ലേ, നല്ല മണമാണ് വേപ്പിലയും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേവിക്കുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ഒരു വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. കണ്ടില്ലേ, ഇനി കുറച്ചും കൂടെ ഒന്ന് നന്നായി തണുത്ത് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഓലൻ ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓണത്തിനല്ലെങ്കിലും സാധാരണ കഴിക്കാനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഒരുപാട് എരിവും ഇല്ല, നല്ലൊരു മൈൽഡ് ഫ്ലേവേഴ്സ് ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.